അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു. ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്താണ് ഈ സ്പെഷ്യൽ? ഒരു ചീരക്കറിയല്ലേ? അല്ലെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് മുരിങ്ങക്കായിൻ്റെ കറി പോലെ ഉണ്ടത്. മുരിങ്ങക്കായും ചീരയൊന്നും അല്ല കേട്ടോ. ഇതാണ് നമ്മുടെ കാസർഗോഡുകാരുടെ സ്വന്തം ബസ്ല. അപ്പോൾ ബസ്ല കറി നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ട്? ഈ ബസ്ല എന്ന് പറഞ്ഞ സംഭവം ഇതാണ് മക്കളെ ബസ്ല. ഞാനും ഫസ്റ്റ് കാണുന്നത് കാസർഗോഡ് നിന്നാണ് കേട്ടോ. അപ്പോൾ ബസ്ലക്കറി വെക്കാന്ന് പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇതെന്തപ്പോൾ സാധനം. അപ്പോൾ ഇതൊരു പിന്നെ വള്ളിച്ചീരയാണ്. നല്ല ഗ്രീൻ കളറ്. പിന്നെ അതൊക്കെ നമ്മൾ ഇപ്പോൾ മുറിച്ചിട്ട് വേവിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു കൊഴുപ്പ് പോലെയൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ്. ഇത് പരിപ്പിട്ടിട്ടും വെക്കും, ഉണക്കമീൻ അതായത് ഉണക്ക ചെമ്മീൻ ഇട്ടിട്ടും വെക്കും. അപ്പം ഇതിങ്ങനെ ഒരു ബസ്സിലെ കുറച്ച് താന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു കെട്ടായിട്ട് തരാൻ. അപ്പോൾ ഈ ഒരു കെട്ട് ഫുൾ കറിക്ക് ഉപയോഗിക്കേണ്ട ഒരു കെട്ട് ബസ്സിലാണ് നമുക്ക് തരാം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് മംഗലാപുരത്ത് വെച്ചാണ്. ഞാൻ പറഞ്ഞില്ല മുന്നത്തെ വീഡിയോയിൽ ഇങ്ങനെ മോക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ മംഗലാപുരം ഇപ്പോൾ ഫ്ലാറ്റിലുള്ളതെന്ന്. അപ്പം ഞാൻ രാവിലെ തന്നെ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇവിടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് ഉമ്മ, ഞാൻ ഉമ്മാക്കത് കാണിച്ചു തരാം. ഭയങ്കര ഒരു ചീരയാണ്. അപ്പം അത് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കറി വെച്ച് കഴിഞ്ഞാൽ. എന്തായാലും ഉമ്മ ഇതുവരെ ഞാനൊന്നും എൻ്റെ ലൈഫിൽ നീർവേലിയിൽ അത് കണ്ടിട്ടില്ല. ഞാൻ കൂത്തുപറമ്പിലും തലശ്ശേരി കണ്ണൂരൊന്നും അത് കണ്ടിട്ടില്ല. അപ്പം ഞാനിതിൻ്റെ മികവ് ഇങ്ങനെ പറഞ്ഞ് ഞാൻ മാർക്കറ്റിൽ പോയി ഒരു കെട്ട് ബസ്സിലൊക്കെ വാങ്ങിച്ച് പാട്ടെല്ലാം പാടി ഉമ്മ വരൂ ഉമ്മക്ക് സ്പെഷ്യൽ ചീര ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കാണിച്ചപ്പോൾ ഉമ്മ, ഓ ഇതാണോ നീ പറഞ്ഞ സ്പെഷ്യൽ ചീര? ഇത് ഞാൻ പണ്ട് പിന്നെ കൊടകിൽ ഉമ്മ കുറച്ചു കാലം നിന്നിട്ടുണ്ടായിരുന്നു ഉമ്മാന്റെ ഉപ്പാന്റെ കൂടെ. അപ്പൊ അവിടെ ഈ സംഭവം ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനിത് കഴിച്ചിട്ടുണ്ട്. ചെറുതിൽ ഫസീല ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. പക്ഷെ ഉമ്മ ഇത് പരിപ്പിട്ടിട്ടാണ് കഴിച്ചത്. ഇപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പറയും ഇത് വേറൊരു കാര്യത്തിനും കൂടെ ഉപയോഗിക്കും. നമ്മുടെ തീയൊക്കെ പൊള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഇടിച്ച് പിഴിഞ്ഞിട്ട് ഇതിന്റെ സത്ത് നമ്മുടെ തീ പൊള്ളിയ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല മരുന്നാന്ന് ഉമ്മ പറഞ്ഞു. അപ്പൊ അതെനിക്ക് ആദ്യമായിട്ട് അറിഞ്ഞ അറിവാണ് കേട്ടോ. അപ്പൊ ഞാൻ ഏതായാലും ഉമ്മ കഴിച്ചു, എന്നാലും ഉമ്മ ഈ ചെമ്മീൻ വെച്ചിട്ട് കഴിച്ചിട്ടില്ലല്ലോ, അപ്പൊ നമുക്കത് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്താക്കി, ആ തണ്ടിൽ നിന്ന് ഇലയൊക്കെ ഇങ്ങനെ മാറ്റിയെടുത്തു. എന്നിട്ട് തണ്ടും ഇതിന്റെ കൂടെ ഇട്ടിട്ട് വേവിക്കും കേട്ടോ. തണ്ടും ഈ ഇലയും ഇട്ടിട്ടാണ് ഈ കറി വെക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ ഇലയൊക്കെ അതിൽ നിന്ന് അടർത്തി അതിന് ചീത്ത ഇലയൊക്കെ കളഞ്ഞ് ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് ഒഴിച്ചു. ഇനി നമ്മളതിൻ്റെ തണ്ടും കൂടി ഇതേപോലെ തന്നെ, അതായത് നമ്മുടെ തെളുപ്പിൻ്റെ തണ്ടില്ലേ, അതായത് എന്താ പറയുക, മൂക്കാത്ത ചള്ള് തണ്ടിനെ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ കറി വെക്കും. നമ്മൾ മുരിങ്ങക്കമ്പ് മുറിച്ചിടുന്നത് പോലെ കുറച്ച് നീളത്തിലാണ് അത് കട്ട് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി. അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് തണ്ട എടുത്തിട്ടുള്ളൂ. ആ ഒരു കെട്ട് കൊണ്ടുവന്നത് ഒരു കറിക്കുള്ളതാണ് കേട്ടോ. ഇതും ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഏകദേശം നമ്മൾ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുരിങ്ങക്കായ് കട്ട് ചെയ്യൂലേ, ഒരു ഒരു 1.5 ഇഞ്ച് അങ്ങനത്തെ ഒരു നീളത്തിൽ. അപ്പം അതേപോലെ വെള്ളമൊക്കെ ഊറിയതിന് ശേഷം പിന്നെ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. കുറച്ച് നീളത്തിലായിട്ട് കട്ട് ചെയ്യാൻ. അപ്പോൾ ഇപ്പം ഞാൻ ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ ഉണക്ക ചെമ്മീൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് പരിപ്പ് കറിയിലും ഉണ്ടാക്കും. അപ്പോൾ പരിപ്പ് കറിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിക്കൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉണക്കമീൻ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ചോറ്റിന് കൂട്ടാൻ മാത്രമാണ് രസം ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പിന്നെ പരിപ്പിൽ വെച്ചതാണ് കഴിച്ചത്. ഇത് എൻ്റെ മകളെ ഭർത്താവിൻ്റെ ഉമ്മ പറഞ്ഞ റെസിപ്പി. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കമ്പൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇച്ചിരി ഉപ്പും ചേർത്തിട്ട് ഒരു വിസിൽ മാത്രം അടിഞ്ഞാൽ മതി കേട്ടോ. അങ്ങനെ ഒരു വിസിലിന് നമുക്കിത് വേവിക്കാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് നമ്മുടെ ചീരയൊക്കെ കട്ട് ചെയ്യൂല, അതുപോലെ നേർങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുക. ആ ഒരു പണിയാന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ഏകദേശം ഇത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഇതുണ്ടല്ലോ വെണ്ടയ്ക്കൊക്കെ അരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൊഴുപ്പില്ലേ, അതുപോലെയാണ് ഈ ഇല കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ. അതുപോലെ തന്നെ കറി വെക്കുമ്പോഴും നല്ല കൊഴുപ്പായിട്ടുണ്ടാവും. തേങ്ങ നല്ല കുറുകി വരും. ആ ഒരു കൊഴുപ്പുള്ള ഒരു ഇലയാണിത്. അതുകൊണ്ടായിരിക്കും അത്ര ടേസ്റ്റ്. നല്ല രസമാണ്, നല്ല രുചിയായി ഇല കഴിക്കാൻ. ഞാൻ ഇത് 2 രീതിയിലാണ് കഴിച്ചത്, എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞു വെച്ചു. നല്ല കണ്ട നിങ്ങൾ അരിഞ്ഞിട്ട് ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു തേങ്ങ അരപ്പുണ്ട്. ആ അരപ്പിന് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കെട്ട് ബസലക്ക് 1/4 മുറിയോളം നല്ലോണം തേങ്ങ വേണം. പിന്നെ ഒരു 5-8 വെളുത്തുള്ളി. പിന്നെ ഇത് എൻ്റെ വക കൂട്ടിയതാണ് കേട്ടോ. കാന്താരി മുളക്, പിന്നെ ഒരു 5-10 കാന്താരി മുളക്,
1/4 ടീസ്പൂൺ മുളകും അതിൻ്റെ കുറച്ച് മഞ്ഞളും, അത്രയാണ് ഇതിൻ്റെ അരപ്പിൽ മുളകും മഞ്ഞളും മാത്രമേ ചേർക്കുള്ളൂ. പക്ഷെ എനിക്കൊരു എരിവ് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു, കളറും മാറാൻ പാടില്ല, എരിവും വേണം. അതിന് ഏറ്റവും നല്ല ഓപ്ഷന് കാന്താരി മുളകാന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കാന്താരി മുളക് ചേർത്ത്. നിങ്ങൾക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാൻ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ നമുക്ക് വെറും കുറച്ച് മുളകും മഞ്ഞളും ചേർത്തിട്ട് അരക്കാം. നല്ലോണം അരിഞ്ഞു വരുമ്പോൾ മാത്രമാണ് കേട്ടോ ഈ വെളുത്തുള്ളി ചേർക്കണ്ടു. അങ്ങനെ ഞാൻ അരച്ചെടുക്കാം. അത് മിക്സിയിലിട്ടു. അപ്പോഴത്തേക്ക് ഞാൻ ഒരു വിസിലിന് അതിൻ്റെ തണ്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബസലിൻ്റെ ഇല വേവിക്കാം, അതും ഒരു വിസിൽ. അപ്പോൾ ഏകദേശം നമ്മൾ 2 വിസിലിൽ നമ്മളിത് ഇലയല്ല, അത്ര വലിയ കട്ടിയൊന്നും ഇല്ലാത്ത സാധനമല്ല. അപ്പം അതും അങ്ങ് വേവിക്കാൻ വെച്ച സമയത്ത് ഞാൻ ഒരു പാക്കറ്റ്, അതായത് നമ്മൾ ചെമ്മീൻ പൊടിയില്ല, നമ്മൾ ഉണക്ക ചെമ്മീൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് അത് കംപ്ലീറ്റ് നന്നായിട്ട് വറുത്തു. നല്ല മുരിങ്ങനെ വറുത്ത് മണമൊക്കെ വരുന്ന രീതിയിൽ വറുത്ത്, എന്നിട്ട് അതിനെ കഴുകി മണ്ണും കച്ചറയൊക്കെ പോക്കിയിട്ട് അതവിടെ മാറ്റി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ബസളച്ചീര വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇവിടെ ഞാൻ ഈ മംഗലാപുരം വരുമ്പോൾ ഒരുപാട് പാത്രങ്ങളും ചെമ്പും പാത്രങ്ങളും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കുറച്ച് സാധനം 2-3 മാസത്തേക്ക് വന്നതാണ് ഞാൻ. അപ്പോൾ കുറച്ച് സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയൊരു പാത്രം, ഒരു പാത്രത്തിലേക്ക്, ഇതൊക്കെ ചട്ടിയിൽ വെക്കുമ്പോഴാണ് അതിനൊരു രുചി ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ എല്ലാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കഴുകി വെച്ച് ചെമ്മീൻ ഇട്ടിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്തിട്ട്, വെള്ളമൊക്കെ ഏകദേശം നമ്മുടെ വറ്റിയിട്ടുണ്ട്, ഒരു 1/4 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് ഈ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം അത്രയും അതിന് ചെമ്മീൻ ചെറിയൊരു വേവല്ലേ ഉള്ളൂ. അപ്പോൾ ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളറിലായിട്ട് അരപ്പ് വേണ്ടത്. അപ്പം നന്നായിട്ട് മഷി പോലെ അരഞ്ഞ അരപ്പ് നമ്മളിതിൻ്റെ തൊഴിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. അതായത് നമ്മുടെ ചെമ്മീനും പിന്നെ ഇതിൻ്റെ ബസളക്കൊമ്പും ഇലയൊക്കെ വെന്തതാണ്. വെറും നമുക്ക് വേവാനുള്ളത് വെറും ഈ അരപ്പ് മാത്രം. അപ്പം അരപ്പ് ഒരുപാട് സമയം തേങ്ങ വേവൊന്നും ചെയ്യേണ്ട. അപ്പം നമ്മുടെ അതിൻ്റെ വെള്ളവും അതിൻ്റെ ഉപ്പും എല്ലാം നോക്കി അതെല്ലാം കറക്റ്റ് ആയതിനു ശേഷം മാത്രം ഒന്ന് ഗ്യാസ് കത്തിച്ചാൽ മതി. അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനിയിപ്പോൾ കുറച്ച് വെള്ളം, ഇത് നല്ല ലൂസായി പോരും, നല്ല കൊഴുപ്പിൽ വേണം കേട്ടോ ഉണ്ടാവാൻ. ഇച്ചിരി കൂടെ ഉപ്പ് ചേർത്തു. എന്നിട്ട് ഞാൻ വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്ത് ഇനി ഞാൻ ഇതിൻ്റെ ഗ്യാസ് ഓണാക്കിയിട്ട് ഒന്ന് തിളക്കുക, അത്രയേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ബസലക്കറി ഇവിടെ റെഡിയായി. ഇതൊക്കെ നമ്മുടെ തലശ്ശേരിക്കാരൊക്കെ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും അല്ലേ, മംഗലാപുരത്ത് വരുമ്പോഴും അല്ലെങ്കിൽ പിന്നെ കൊടകിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഈ ബസളച്ചീര വാങ്ങുക, ഈ ഒരു ടൈപ്പിൽ വെക്കുക. പരിപ്പിട്ട് വെക്കുന്നുണ്ടെങ്കിൽ പരിപ്പും ആ മുരിങ്ങക്കൊമ്പ് പോലത്തെ കൊമ്പില്ലേ അതും ഒരുമിച്ചിട്ട് വേവിക്കുക. എന്നിട്ട് പിന്നെ ഇലയുടെ ഇതേ അരപ്പിൽ വെക്കുക. അപ്പം നമ്മൾ അടിപൊളി ബസലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നിങ്ങളിതൊന്ന് തിളക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം കേട്ടോ, ഒരുപാട് തിളപ്പിക്കണ്ടേ. അപ്പോൾ ആ സമയത്താണ് ഉമ്മ അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മുടെ കടുമാങ്ങൻ്റെ അച്ചാറിട്ടത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഉമ്മ എന്താ ബെൽറ്റ് ഇട്ടേന്നല്ലേ? ഉമ്മ ചെറുങ്ങനെ ഒന്ന് വീണ് കേട്ടോ. നോമ്പ് തുറക്കാൻ വേണ്ടി ഇവിടെ മംഗലാപുരം വന്നതായിരുന്നു. ആ സമയത്ത് ഒന്ന് മാറ്റ് സ്ലിപ്പായിട്ട് ഉമ്മ വീണു. എന്നിട്ട് ഉമ്മാൻ്റെ നടുവിൻ്റെ എല്ല് ചെറുങ്ങനെ ഒന്ന് സ്ലിപ്പായി പോയി. അപ്പം അതിന് 1 മാസം ബെൽറ്റ് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഉമ്മ ഫുൾ റെസ്റ്റിലാണ്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തു തരും. ഞാൻ പറയും ഉമ്മാനോട് വേണ്ട വേണ്ടെന്ന്. അതിൻ്റെ ഇടയിലുണ്ടല്ലോ ഞാൻ ഇതിന് താളിപ്പൊഴിക്കൂല കേട്ടോ. അപ്പം ഉമ്മാക്ക് ഈ താളിപ്പൊന്നും ഇല്ലാണ്ട് ഉമ്മക്ക് കറിയൊന്നും അങ്ങ് ഇറങ്ങൂല. അപ്പോൾ കുറച്ച് കടുകും വെളിച്ചെണ്ണയും പിന്നെ വറ്റൻമുളക് ഇട്ടിട്ട് ഉമ്മ താളിച്ചൊരു കൊച്ചു പാത്രത്തിൽ ഉമ്മ അത് കൂട്ടി. പക്ഷെ ഉമ്മ പറയാണ് എന്നെ 2 രുചിയുണ്ട്, താളിച്ചതും രുചിയുണ്ട്, താളിക്കാത്തതും രസമുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ബസലക്കറിയും നല്ല കടുമാങ്ങയും കൂട്ടിയിട്ട് ചോറ് തിന്നാൻ എന്ത് ടേസ്റ്റാണെന്നറിയാമോ? നല്ല കോമ്പിനേഷൻ കേട്ടോ ഈ പിന്നെ ബസലയും കടുമാങ്ങയും. അപ്പോൾ കടുമാങ്ങൻ്റെ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ. ഞാൻ ഇൻഷാ അല്ലാ ആ വീഡിയോ എന്തായാലും ഇടുന്നതായിരിക്കും. പിന്നെ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇൻഷാ അല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് എല്ലാവരും ദുആ ചെയ്യുക. നമുക്ക് ആരോഗ്യത്തിനും ആഫിയത്തിനും നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നീക്കിത്തരാൻ അള്ളാഹിനോട് ദുആ ചെയ്യുക. നിങ്ങളെ ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.